ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുഴപ്പമില്ല കേട്ടോ. ചറപ്പറ ഇടിയിടിയോ നല്ല എരുണ്ടല്ലോ. കണ്ണിന്നൊക്കെ വെള്ളം വന്നല്ലോ. വെറുതെ പറയാം. നമുക്ക് എന്ത് കുരുമുളകൊക്കെ നമുക്ക് തീയിൽ ഒന്ന് കുറച്ചും കൂടെ തരട്ടെ. പഞ്ചവർണ്ണ പൈങ്കിളിയാണ് ഇങ്ങനെ പാറിയതല്ലേ. പഞ്ചവർണ്ണ പൈങ്കിളിയാണ് ഇങ്ങനെ പാറിയത്. എന്നാലും ഇത്രയും വലിയ കഷ്ണോ ഇനിയാണോ? വേണ്ട, ഇത് മതി. കയ്യിലേക്ക് നമ്മളിങ്ങനെ വെറുതെ നോക്കും. ഞാൻ എന്താ കൈനോട്ടക്കാരിയോ? കൈപ്പയ്ക്ക ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ കൈപ്പയ്ക്ക? ആ പറക്കുന്നത് എന്താ? പറക്കുന്നത് സാധാരണ എന്താ? പക്ഷി. മാനാണോ പറക്കുക? അല്ല, എന്ത് പക്ഷിയാ? എന്ത് പക്ഷിയാണ്? അതായത് ശാസ്ത്രീയ നാമം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയത്തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. നമസ്കാരം. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ ഓൺ ചാലഞ്ചുമായിട്ട് വീണ്ടും വന്നതാണ്. നമ്മൾ കുറച്ച് മുന്നേ ഡാൻസ് മ്യൂസിക് ചാലഞ്ച് ഇട്ടിരുന്നു. നമ്മുടെ വേറെ ഏതൊരു സെലിബ്രേഷൻ്റെ കൂടെയല്ലേ നമ്മൾ ഇട്ടത് അല്ലേ? അപ്പം എൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു അത് ഇട്ടിരുന്നത്. പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറൊന്നിൻ്റെ കൂടെ ആയിട്ടും. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. വീണ്ടും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു ഡാൻസ് മ്യൂസിക് ചാലഞ്ചാണ്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഞാൻ ഒരു ഡാൻസിൻ്റെ ഒരു മലയാളം പാട്ടിൻ്റെ ആക്ഷൻ എക്സ്പ്രഷനോ ആക്ഷൻസ് കാണിക്കും. ജസ്റ്റ് പറയേണ്ടതെല്ലാം ഞാൻ ഇത് മാത്രമല്ല, ഇതെല്ലാം എപ്പോഴും നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം നമുക്ക് ഹൈലൈറ്റ് വെറുതെ ചോദിക്കുക പറയാന്നുള്ളത് എന്താ ഒരു രസമല്ലേ അല്ലേ? അപ്പം ഞങ്ങൾ സച്ചുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു ടീപ്പോയി വെച്ചിട്ടുണ്ട്. വെറുതെ വെച്ചതല്ല. ഇതിൻ്റെ മേലെ അന്നത്തെ പോലെ തന്നെ ഒരു ബൗൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുഞ്ഞും മിന്നും കൂടി കുറച്ച് സ്ലിപ്പൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആരാണോ പോയിന്റ് കിട്ടാത്തത് അവരിന്നൊരു സ്ലിപ്പ് എടുക്കണം. ആ സാധനം ഇവിടെ ഒട്ടും ഹാനികരമല്ലാത്ത സാധനങ്ങളാണ്. മനുഷ്യന് വളരെ ഉപകാരപ്രദമല്ല. ഒക്കെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോഴിമുട്ട വെച്ചൊക്കെ എനിക്ക് ഓർമ്മയില്ലേ പാവങ്ങ അല്ലേ? ഇപ്രാവശ്യം ഞാൻ സാരി കൊടുത്ത് ഭയങ്കര സെറ്റപ്പിലിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കണം അല്ലേ? അപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഞാൻ പാട്ട് ടഫല്ല, നമുക്ക് അറിയുന്ന സോങ്സ് തന്നെയാണ്. ഓക്കെ. ഒന്ന് കാണിച്ചു നമുക്ക്. പറക്കാം. ലേഖനം എഴുതുക. എന്തോ എഴുതിയതാണല്ലോ. ഒരു എഴുതുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. പറയരുത് എന്നുണ്ട്. അല്ല, അങ്ങനെ പറയാം. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. മുദ്രകളുടെ അർത്ഥമൊക്കെ ചോദിച്ചോളൂ. ആദ്യം തന്നെ പറന്നു പോയതാണ്. ഒന്നുകൂടി കാണിക്കാം. പറക്കുന്നത് എന്താ? പറക്കുന്നത് എന്താന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ ഇത് പക്ഷിയാണ്. പക്ഷി പറന്ന് അത് എഴുതിയിട്ട് കൊടുക്കുന്നത് അല്ലേ? ആരും കാണരുത്. അന്ന് കാണുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത പാട്ടായി. ആണോ? അത് ഒത്തിരി പഴയതാ? ഒരു നന്ന പഴയതല്ല, നന്ന പുതിയതുമല്ല. നന്ന പഴയതുമല്ല. സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ള വരിയാണ്. സെക്കൻഡ് ലൈനാണിത്. പറക്കുന്നത് എന്താ? പറക്കുന്നത് സാധാരണ എന്താ? പക്ഷി. മാനാണോ പറക്കുക? അല്ല, എന്ത് പക്ഷിയാ? എന്ത് പക്ഷിയാണ്? അതായത് ശാസ്ത്രീയ നാമം പക്ഷി. മയിലാണോ?
എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് വെച്ചൊരു അതിപ്പോ എങ്ങനെയാണ് അതിപ്പോ ആ പക്ഷി നമുക്ക് ആ പക്ഷിയുടെ എന്ത് പക്ഷി പറക്കുന്ന പാട്ട് എന്ന് ആലോചിച്ച ഒരു ഗായകനാണ് എന്നോട് ചോദിക്കുന്നത്. അത് ആലോചിച്ച് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. എന്ത് പക്ഷിയാണ് പറക്കുക, എന്താണ് പറക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയാ ഒരു കാണിച്ചാലോ ലാസ്റ്റ് ആയിട്ട്. പക്ഷെ അത് സ്ലോ ആയിട്ട് കാണിക്കണം. ഞാൻ പറയുമ്പോ ആണെങ്കിൽ സ്ലോ ആയിട്ട് പറന്നു എഴുതിയത് അരയനാണ്. ആണോ അരയനാണോ? അല്ല അരയൻ അങ്ങനെ പോകില്ലല്ലോ അല്ലേ. നമുക്ക് അറിയുന്ന പാട്ട്, നല്ല പാട്ടാണ്, നമുക്ക് അറിയുന്ന പാട്ടുമാണ്. ആണോ? ഇതന്നെയാണ് ഫസ്റ്റ് ലൈൻ. പറന്നു. ഇതൊക്കെ എന്താണ് ഏകദേശം ഊഹിച്ചാൽ നമുക്ക് കിട്ടില്ലേ? എഴുതുക. ലേഖനം. ലേഖനം എന്നുള്ള വേർഡുണ്ടോ അതിൽ? ഇല്ല 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 ഇല്ല. ദൂതുണ്ട്. ദൂത് എന്നുള്ള വാക്ക്. യെസ്. അമ്മ കിട്ടിയോ? അവിടെ ആർക്കും കിട്ടിയോ? കിട്ടി. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പറയരുത്. ചുണ്ടാനക്കരുത്. അതേതാ? ഇതൊക്കെ സെക്കൻഡ് ലൈനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാവരും ആരും കാണാതെ. അത് സെക്കൻഡ് ലൈനാണ്. സെക്കൻഡ് ലൈൻ വെച്ച് ആലോചിച്ചാൽ കിട്ടും അത്. ആരും കാണാതെ. അതെന്റെ രണ്ടാമത്തെ വരിയാണ്. ആരും കാണാതെ തന്നെയാ രണ്ടാമത്തെ വരി. ആരും കാണാതെ എന്ന് വെച്ചാൽ പാട്ടല്ലേ. ആരും സെക്കൻഡ് ലൈനാണ്. ഓക്കെ. ആരും കാണാതെ കൊണ്ട് കൊടുക്കാനാ പറയുന്നത്. നീ മതിയില്ലേ സമയം? കുറേ സമയല്ലേ അല്ലേ? ആൻസർ പറയട്ടെ. പഞ്ചവർണ്ണ പെങ്കിളി പെണ്ണെ. ഇന്നെനിക്കൊരു കിട്ടിയിരുന്നോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് പാടി ചെയ്ത് കൊടുക്കണ്ടേ അല്ലെ? കറക്റ്റ് ആണോ ചെയ്തെന്ന്? റെഡി. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ, ഇന്നെനിക്കൊരു ദൂതു പോകാമോ? ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ? കുറിമാനം നൽകി പോരാമോ? അതാണ്. അപ്പൊ പഞ്ചവർണ്ണ പൈങ്കിളിയാണ് ഇങ്ങനെ പാടിയല്ലേ? പഞ്ചവർണ്ണ പൈങ്കിളിയാണ് ഇങ്ങനെ പാടിയത്. അല്ല കഴിഞ്ഞിട്ടില്ല. ഇവര് മക്കള് കഷ്ടപ്പെട്ട് ഇവിടെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഐശ്വര്യമായിട്ട് ബോസ് ഒരു സ്ലിപ്പ് എടുക്കുക. പൊട്ടറ്റോ. പൊട്ടറ്റോ പൊട്ടറ്റോ വേവിച്ചതല്ല, പച്ചയാണ്. ഇവിടെ അമ്മ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കിയിട്ട് പൊട്ടറ്റോ കൊണ്ടുവച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയായിട്ട് ചെത്തി. ഇത്രയും വലിയ കഷ്ണോ? ഇനി വേണോ? വേണ്ട, ഇത് മതി. ഇത് ഫുള്ള് കഴിക്കണോ? മോശമല്ലേ? പകുതി കഴിച്ചോളൂ. നന്നായിട്ട് ചവയ്ക്കണം. അത്രയൊന്നും പോരെ, തുമ്പൊന്നും പോരാ. ചവച്ചരച്ച്. പൊട്ടറ്റോയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ? മോശം ചെയ്യുന്നില്ലല്ലോ അതിന്. ഉണ്ട്. രണ്ടാമത്തെ കഷ്ണം കഴിച്ചു. അതാണ് എല്ലാം നമ്മളൊരു ഒരു ചാലഞ്ചായിട്ട് ഇങ്ങനെ ഏറ്റെടുക്കുക. എനിക്ക് മാത്രമേ ചലഞ്ചുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ കോമിട്ട കഴിച്ച് ഞാൻ ഇപ്പോഴും മറക്കില്ല. എൻ്റെ അമ്മോ. നമുക്ക് രണ്ടാമത്തെ പാട്ട് നോക്കിയാലോ? ഓക്കെ, നോക്കാം. രണ്ടാമത്തെ പാട്ട്. ഓക്കെ. ഇതിന് ഈ പാട്ടിന് കുറച്ച് ക്ലൂസും കൂടെ തരണം. ചോദിച്ചാൽ ക്ലൂസ് തരും. ആണോ? ഓക്കെ. ആണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞു തരണം ഞാൻ പറയുമ്പോൾ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ പാട്ട്. രണ്ടാമത്. ഓക്കെ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്ക് കുറേ പാട്ട് നമുക്ക് ഇഷ്ടമാണ്. അതിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു 5 സോങ് ചോദിച്ചാലും ഒന്ന് ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു പാട്ടാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആണോ? തുടക്കം. ധൃതി പിടിക്കണ്ട, കിട്ടും. അത് കിട്ടിയല്ലോ. ഒരു പൂ. അതിന്റെ സിനോണിംസ് എന്തെങ്കിലും വേർഡ്സ് ആലോചിച്ചു. അതിന്റെ ഒരു പൂ തന്നെയാണ് തുടങ്ങുന്നത്. യെസ്. ഒരു പൂ വിരിയുന്ന സുഖം അല്ല, ബാക്കിയും കൂടെ ശ്രദ്ധിച്ചു. അത് രണ്ടും കിട്ടിയില്ലേ? ഒരു പൂ. അയ്യോ, അത് കിട്ടിയില്ല. ഒരു പൂ
ഒരു പൂ മാത്രം ചോദിച്ചു. അല്ല, ഇതെന്തായിരിക്കും പറഞ്ഞു നോക്കൂ. നിങ്ങൾ നിങ്ങൾ എനിക്ക് നിങ്ങൾ വന്ന് ഒരു പൂ ചൂടിച്ചു. അതെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത വരിയും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. അടുത്ത ഇത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ശ്രദ്ധിച്ചു നോക്കൂ. പാടുന്ന ഒരു പാട്ട് എൻ്റെ ഉള്ളിൽ, ഒരു പാട്ട് എൻ്റെ ഉള്ളിൽ. ഇതെല്ലാം കൂടി വെച്ചാൽ തന്നെ പാട്ടായി. ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനാണ്. ഒരു പൂ ചോദിച്ചു. ചോദിച്ചു എന്നല്ലല്ലോ. ഒരു പൂ, ഒരു പൂവിന് പകരം വേറെ എന്തെങ്കിലും വാക്കാലോചിച്ച് നമുക്ക് ആ പാട്ട്. ഒരു പുഷ്പം. ഓ എൻ്റെ ഒരു പുഷ്പം മാത്രമേ. അതെ അതെ തന്നെ തന്നെ അതെ 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 അതെ. അപ്പൊ അതൊന്ന് പാടി കൊടുക്കണ്ടേ? ഓക്കെ, പാടാം. സെക്കൻഡ് ലൈൻ തന്നെയല്ലേ അല്ലേ? ഒരു ഗാനം മാത്രം തന്നെയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. നല്ലൊരു വല്ലാത്ത ഫീല് കിട്ടുന്ന ഒരു പാട്ടാണ് ലാസ്റ്റ് ലൈനൊക്കെ. നമുക്ക് നോക്കാം. റെഡി. ഒരു പുഷ്പം മാത്രമെൻ, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. എന്തൊരു പ്രണയാർദ്രയിൽ, എന്തൊരു രസമുള്ള വരികൾ, എന്തൊരു ഭയങ്കര ഫീൽ കിട്ടുന്നൊരു പാട്ടാണ്. അപ്പൊ ഇനി അടുത്ത പാട്ടിലേക്ക് പോകല്ലേ? പൊട്ടറ്റോ കഴിഞ്ഞു. എനിക്ക് എന്തായിരിക്കും കിട്ടാവോ? എടുത്തോ, ഐശ്വര്യമായിട്ട് ഒരു ചീറ്റ് എടുത്തോളൂ. കുഞ്ഞുവേ, എന്തായിരിക്കും? അയ്യോ, എന്താ 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 എൻ്റെ അമ്മോ, കുരുമുളക്. കുരുമുളക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കുരുമുളകല്ല. ഇവിടുത്തെ പറമ്പിലുണ്ടായ നല്ല പച്ച കുരുമുളകാണ്. എൻ്റെ സാരിക്ക് മാച്ച് ചെയ്തിട്ട് എന്താവും എന്നറിയില്ല. കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. അച്ഛാ, ഞാൻ കുരുമുളക് കഴിക്കാൻ പോവാട്ടോ. ഇതിങ്ങനെ ഉതിർത്തെടുത്ത് അല്ലേ, ഇത്രയും കഴിച്ചാൽ മതിയേ. ഇത്ര തന്നെ കഴിച്ച് ഞാനിപ്പോൾ എന്താണെന്ന് അറിയില്ല. പച്ച കുരുമുളകാണ്, പക്ഷെ നല്ലതാണ്, കേടൊന്നുമില്ല. പച്ച കുരുമുളകാണ്. അല്ല, മുഴുവൻ കഴിക്കണ്ട. കേടാണോ? പച്ച കുരുമുളക് കഴിക്കാൻ കേടൊന്നുമില്ലല്ലോ മേ. ബോധം കിട്ടി ഞാൻ വീടാൻ കൊണ്ടുപോണേ. അത്രയ്ക്കും കുരുമുളക് കഴിച്ചാലോ ഭയങ്കര എരുണ്ടാവില്ലേ? അഞ്ചെണ്ണം കഴിച്ചോ? അച്ഛാ, കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കേ. ഇല്ല അല്ലേ, അവര് കുഴപ്പമില്ല. ഇപ്പൊ ഒരു പുഷ്പൊന്നല്ല വരുന്നത്, പടകാളിച്ചണ്ടിച്ചെങ്കിൽ. അപ്പൊ അതാണ് പാടാൻ കറക്റ്റ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ചറപ്പറ ഇടിയിടിയോ. കുഞ്ഞോളെ ചിലപ്പോൾ ഉള്ള വേണ്ടി വരുമോ? വേണ്ടി വരും. അപ്പൊ വേണ്ട, നമുക്ക് നോക്കാം. ഓക്കെ, പ്രശ്നമായോ? ഇല്ല, എരിവുണ്ട്, കുരുമുളകല്ലേ. അതെ, അവിടുത്തെ ഭാവം എന്താണ് വരികയെന്ന് പറയാൻ പറ്റില്ല. കുരുമുളകിന് പറ്റിയ പാട്ടാ അല്ല. കുരുമുളക് അരിപ്പടി ഒരു പിടി വിതറി വിടും. ഓഹോ, നോക്കാം. ഇതിലെ ഫസ്റ്റ് കൈ തന്നെ പാട്ടിൻ്റെ ഫസ്റ്റ് വേർഡാണ്. കൈയിലേക്ക് നമ്മളിങ്ങനെ വെറുതെ നോക്കും. ഞാൻ എന്താ കൈനോട്ടക്കാരിയോ? വായിക്കുക. അതെന്തായിരിക്കുന്നു ആലോചിച്ച് നോക്കൂ. നമുക്ക് എനിക്ക് ഞാൻ ഭാവം കാണിക്കുന്നത് ശരിയില്ലായിട്ടാണോ എന്താണാവോ? കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കി അന്ന്. കണ്ണാടി വെച്ചുള്ള എത്ര പാട്ട് മലയാളത്തിലുണ്ടെന്ന് ആലോചിച്ചാൽ പോരെ? ഈസി അല്ലേ? ഒന്നുകൂടെ കാണിച്ചേ.
ഇതിൽ തന്നെ പാട്ട് കിട്ടും. കണ്ണാടി തുടക്കം. ആ കണ്ണാടി കണ്ണാടി കയ്യിൽ അല്ല അല്ല കണ്ണാടി ആദ്യമായി. ഏതാ പാട്ടേതാ? കണ്ണാടി ആദ്യമായി. കുരുമുളകിനെ വേറെ എന്ത് കഴിച്ചാലാണ് ഏറ്റവും നല്ലത് ശരീരത്തിന്? പാട്ട് ഓക്കെ, നല്ല എരിവുണ്ടല്ലോ. കണ്ണിന്നൊക്കെ വെള്ളം വന്നില്ല. കണ്ണൊന്നും വെള്ളം വന്നില്ല, വെറുതെ പറയാം. നമുക്ക് എന്ത് കുരുമുളകൊക്കെ നമുക്ക് തീയിൽ കുറച്ചും കൂടെ തരട്ടെ. പാടുമോ എന്ന് ചോദിച്ച പോലെ ചെയ്ത് നോക്കാം നമുക്കൊന്ന്. പാട്ട് ഓക്കെ റെഡി. പാട്ട് എനിക്ക് ലിറിക്ക് എൻ്റെ മൊബൈലിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. കണ്ണാടി ആദ്യമായ ബാഹ്യരൂപം സ്വന്തമാക്കി ഗായകാ നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി ഗായകാ നിൻ സ്വരമെൻ ചേതനയും സ്വന്തമാക്കി. നല്ല പാട്ടല്ലേ? നല്ല പാട്ടാണ്. ഓക്കെ, അപ്പം അപ്പോൾ വീണ്ടും എടുക്കണം അല്ലേ? ഐസ്ക്രീം ഒക്കെ വെക്കായിരുന്നേ, വെച്ചത് മാറ്റി വെച്ചില്ലേ? റെഡി, എടുത്തോളൂ. എന്താവോ കിട്ടുക? എടുത്തെടുത്തു. അയ്യോ എന്താ? ബീട്രൂട്ട്. ആഹാ, ഗംഭീര ഒരു ബീട്രൂട്ടല്ലേ അവിടെ ഇരിക്കുന്നത്. ആഹാ ഹാ ഹാ. ബീട്രൂട്ട് ഇപ്പം എങ്ങനെയാ കടിക്കേ? ആ ഓ ചെത്തണോ? വേണ്ടേ, ബീട്രൂട്ട് കടിച്ചു നോക്കട്ടെ. എന്താ അതിൻ്റെ കുറച്ച് വാടിയിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? അയ്യോ മതി മതി മതി. ബീട്രൂട്ട് ശരീരത്തിന് വളരെ നല്ല സാധനമാണ്. ബീട്രൂട്ട് രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ശരിക്കും നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. മാത്രമല്ല സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് നല്ലതാണ്. ഇങ്ങനെ കുറേ ഗുണങ്ങളുള്ളൊരു സാധനമാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് ജ്യൂസ് രാവിലെ അടിച്ചിട്ട് ചെറുനാരങ്ങ നീരൊഴിച്ച് കുടിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. കിട്ടുന്ന ഞാൻ ശ്രമിച്ചു, പക്ഷേ കുടിക്കാൻ പറ്റില്ല. ടേസ്റ്റിന് വലിയ കുഴപ്പമില്ല കേട്ടോ. ആണോ? ശരി, അപ്പം ഞാൻ ഒന്ന് ശ്രമിക്കേണ്ടി വരുമല്ലോ ബീട്രൂട്ട് ജ്യൂസ്. നാളെ രാവിലെ ശ്രമിച്ചോളൂ. ഓക്കെ, അപ്പം അടുത്തത് അപ്പം എത്രയായി? ഓ എത്രയായി? അല്ല ഇതിൽ എത്രയായി പോയിന്റ്? അല്ല ഇതന്നെയല്ലേ ശിക്ഷ, നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പാപ്പ ശിക്ഷ കിട്ടുന്നില്ലേ? ആ എന്നാൽ ശരി, അപ്പാപ്പ ട്രോഫി കിട്ടും അല്ലേ? അതെ, അപ്പാപ്പ കിട്ടും. ആ ഓക്കെ ഓക്കെ റെഡി. ഇതിപ്പോൾ അമ്മയ്ക്ക് പറയാൻ പറ്റുമായിരിക്കും കേട്ടോ. ആണോ? പല്ലവി അല്ല ചരണമാണ് ഞാൻ ആദ്യം ചെയ്യണത്. ആ അയ്യോ ചരണാണോ? അല്ല നമുക്ക് ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ നോക്കാം. വരികളുടെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ പല്ലവി കേട്ടോ. ഇതാണ് അതിന് പല്ലവി ചരണം ഞാനിപ്പോൾ കാണിച്ചതാണ്. പല്ലവി കാണിക്കണോ? പല്ലവി പറഞ്ഞാൽ മതി. ഓക്കെ. രാജാവായി തീരും നീ ഒരു കാലമോമനെ. മറക്കാതെ അത് മുതൽ പാടുമോ? പാട്ട് പാടി മറക്കാതെ അന്ന് തൻ താതൻ ശ്രീരാമനെ. ഓക്കെ. രാജാവായി തീരും നീ ഒരു കാലമോമനെ മറക്കാതെ അന്നു ശ്രീരാമൻ ശ്രീരാമനെ രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങിൻ കരളിൻ്റെ
കാതലേ കരളിൻ്റെ കാതലേ. അയ്യോ അപ്പൊ അഗൈൻ ഇതൊരു ഫീലാ. അഗൈൻ ശിക്ഷ വേണ്ടായിരുന്നു കേട്ടോ, അത് മാത്രം മതിയായിരുന്നു അല്ലേ. ഇത് വലിയ രസമല്ലേ? ശിക്ഷ വലിയ രസമില്ല അല്ലേ, വെറുതെ ഇങ്ങനെ പാടി ചെയ്യാനാണ് രസം. എന്തായാലും ഒന്ന് ഒരു ചീട്ട് എടുത്തോളൂ. ആയിക്കോട്ടെ. എന്താ സംഭവം? ഇഞ്ചി. ഇതാണോ? മാങ്ങഞ്ചിയാണ്. അമ്മോ എന്താ എൻ്റെ കഥ ആവും എല്ലാം കൂടി കഴിച്ചിട്ട്. കടിക്കുകയാണേ, തോലൊന്നും പോക്കില്ല. എങ്ങനെയുണ്ട്? കളവോ? എനിക്ക് രുചിയൊന്നുമില്ലേ. അതെന്താ പറയുക, 2-3 കഴിച്ചിട്ടേ ആ നാവ് എനിക്ക് കുരുമുളക് കഴിച്ചിട്ട് നാവ് മരവിച്ച പോലെ ഉണ്ട്. ഒന്നും പ്രത്യേകിച്ചൊരു ഫീലൊന്നുമില്ല. വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് യെസ്. എത്രാമത്തെ? ഇത് എത്രാമത്തെ ആയി? 4 കഴിഞ്ഞു. 5-മത്തെ അല്ലേ? 5-മത്തെ. ഓക്കെ ഓക്കെ വരട്ടെ. അത്രേ ഉള്ളൂ? അയ്യോ അതന്നെ ധാരാളം. കാത്തിരിക്കണ്ടോ? ഞാൻ കുറെ കഴിച്ചു. ഞാൻ പറഞ്ഞല്ലേ ഇതെന്താന്ന് ആലോചിച്ച് നോക്കും. ഇതെന്താ? ആകാശം നീളെ. ഇതൊരു മുദ്രയാണ്. ആ ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ മുദ്ര ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആണോ? അതാ ചന്ദ്രനാണ്. ചന്ദ്രൻ പറയേണ്ടി വരും. ചന്ദ്രനാണ്. ഓക്കെ, ഇനി ബാക്കി. ചന്ദ്രൻ എന്നാ പാട്ടിന്റെ തുടക്കം? അതിന്റെ എല്ലാ വേർഡും നമ്മൾ ആലോചിക്കണ്ടേ, അതായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. നിലാവ്. ഇതെന്താന്ന് മനസ്സിലായില്ലേ? അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കിട്ടുമായിരിക്കും. ആന. നിലാവാണോ തുടക്കം? ആമ്പല. അതിന്റെ വേറെ എന്തെങ്കിലും ആലോചിച്ച് നോക്കാം. താമര. നിലാവിൽ താമരയും. നിലാവും താമരയും. താമരപ്പൂ. കുമ്പിൾ. താമരക്കുമ്പിൾ. അമ്പിളി അമ്മാവ. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? അതെ. ആ നമ്മ ഹൃദയം എന്നുള്ള പാട്ടല്ലേ? വീണ്ടും അതാണ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? എനിക്കതേ അറിയുള്ളൂ, ബാക്കി അറിയില്ല. കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്? അയ്യോ എനിക്കറിയില്ല, ബാക്കി അറിയില്ല. ട്യൂൺ അറിയില്ല. പാടി ചെയ്തോളൂ. ഞാനോ? ആദ്യമായിട്ട് പാടി ഒരു ചെയ്യുകയാണ്. നന്നായിട്ട് പാടും. നന്നായൊക്കെ പാടും, പക്ഷെ ഞാനിപ്പോ പാടുന്നില്ല. അല്ല ജതിയൊക്കെ പറയാൻ വേണ്ട, പിന്നെ വേണത്തെ അല്ല കുത്തക്കത്തേക്ക് നമ്മൾ പറയും. പക്ഷെ പാട്ട് അതും ഞാൻ ഇവിടെ ഇരുന്നിട്ട്. ഓക്കെ, അപ്പം അറിയണ വരി പാടിക്കോളൂ. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? എനിക്കറിയില്ല. അതെനിക്കറിയാം. പാടിക്കുളമേ ഒരു വരിയില്ലേ? പാടിക്കോളൂ. ക്യാമറ ഇല്ലെങ്കിൽ അമ്മ പാടായിരുന്നു കണ്ടാ. അടുത്ത വരി കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കുമ്പനാനപ്പുറത്ത്. അപ്പൊ ഓക്കെ. ഗുഡ്. മക്കളെ, ഇത് എനിക്ക് വേണ്ടി മാത്രം ഇട്ട ഒരു ചാലഞ്ച് ആയിപ്പോയി. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? ഓ കുഞ്ഞുവേ, ഓ അതെ. ചെറിയ വീട്ടിലാകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അന്നൊക്കെ ഒരു പുളിയച്ചാറുണ്ടായിരുന്നു. പുളിയച്ചാറ് മേടിക്കണം. അന്ന് ശരിക്കും എനിക്ക് 10 പൈസ അങ്ങനെ ചെറിയ പാക്കറ്റ്. പക്ഷെ അത് മേടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പുളിയച്ചാറ് മേടിക്കാൻ. ഇവിടെ നമ്മുടെ ശ്രീകുട്ടൻ്റെ കാലിലൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അക്രമാണ്. മാമയുടെ കല്ലെടുത്ത് എറിയാൻ തോന്നുന്നുണ്ട്. എന്നെ കെച്ചപ്പ് കഴിപ്പിക്കാൻ കണ്ടിട്ട്, ശ്രീകുട്ടാ ഞാൻ കെച്ചപ്പ് കഴിക്കാൻ പോണു. റെഡി? കുറച്ച് കഴിച്ചാൽ മതിയേ, അധികം കഴിക്കണ്ട. ഗംഭീരല്ലേ?
ഓ എൻ്റെ അമ്മോ, ഇഞ്ചിയും എന്താ പറയുക ബീട്രൂട്ടും ഒക്കെ സഹിക്കായിരുന്നു, ഒക്കെ സഹിക്കാട്ടോ. പക്ഷെ ഈ സാധനം അതാണ് നാച്ചുറലും ആർട്ടിഫിഷ്യലും എന്നുള്ള വ്യത്യാസം. ഇത് കഴിച്ചുകൂടാ കേട്ടോ. കുരുമുളക് വേണം നമുക്ക് ഒരു ഇതും കൂടി വേണം കഴിക്കാം. ഞാൻ രക്ഷപ്പെട്ട് പോകണ്ടല്ലോ. ഇതിൻ്റെ ലിറിക്സ് ശരിക്കും എനിക്ക് കഴിയില്ല. അപ്പം ഞാനും ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി നോക്കും. ഇതിലേക്ക് നോക്കരുതേ. ഇല്ല നോക്കില്ല. അല്ലാണ്ട് ഞാൻ ചെയ്യണ കാണണ്ടേ അല്ലേ? എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടോ ഞാൻ കാണിക്കുന്നത്? നോക്കിക്കോളൂ. ഒന്നുകൂടെ. എന്തേ ഇത് ഗോപുരല്ലേ? അടുത്ത വരി ശ്രദ്ധിച്ചുള്ളൂ, അപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കണ്ണ് ഉറക്കൊഴിഞ്ഞ് കാത്തിരുന്നു. അത് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അതിന് ഫസ്റ്റ് വരി ആലോചിച്ചാൽ കിട്ടും. എന്താണ് എന്തേ ഇന്നും? ഓരോ വാക്കിൻ്റെയും കൈകളാണ് ഞാൻ കാണിക്കുന്നത്. എന്തേ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമല്ലോ അപ്പം ഇങ്ങനെ. എങ്ങനെ നീ വരൂ, നീ എങ്ങനെ വരും, നീ അതിനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടും പാട്ട്. എന്നു വരും നീ, എന്നു വരും നീ. എനിക്ക് ഞാൻ ശിക്ഷ അനുഭവിച്ചാലും വെള്ളയ്ക്ക് പാട്ട് കേൾക്കണം എന്തായാലും പാടിയിട്ട് ചെയ്യാല. അതിൻ്റെ അടുത്ത വരി വെറുതെ കാണാന്നുള്ള വരി കേട്ടോ. കറക്റ്റ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പഠിച്ചു. ഇതിലുണ്ട് വരിയുണ്ട്. ഫസ്റ്റത്തെ ഓക്കെ ഓക്കെ നോക്കാം. എന്നു വരും നീ, എന്നു വരും നീ, എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ ചിരിക്കാൻ തമ്മിൽ, വെറുതെ മിണ്ടാൻ. അപ്പോൾ ഞാൻ അടുത്ത ചീട്ടെടുക്കാൻ പോവാണ്. യെസ്, എന്താണ്? കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. കൈപ്പയ്ക്ക. കൈപ്പയ്ക്കാൻ്റെ വലിപ്പം കണ്ടാൽ ഞെട്ടു കേട്ടോ. കൈപ്പയ്ക്ക ഇത് എവിടെ നിന്ന് കിട്ടി? ഇത്രയും വലിയ കൈപ്പയ്ക്ക കൊണ്ടുവരാൻ സഹകരണത്തിന് പറിച്ചു കൊണ്ടതാണ്. വീട്ടിലുള്ളതാണ്. യെസ്, അടിപൊളി. അപ്പം കഴിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ നല്ല ശുദ്ധമായ കൈപ്പയ്ക്കയാണ്. ഇതെല്ലാം ശുദ്ധമാണ് അല്ലേ? നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് കെച്ചപ്പൊഴികെ. ഇത് ഭയങ്കര കോമ്പിനേഷൻ ആവുമല്ലോ എല്ലാം കൂടെ. അല്ല, ചെറുതായി കഴിച്ചാൽ മതി, അത്ര കഴിക്കണ്ട. അടുത്ത് പോയി ഞാൻ വേറെ ആരോ ഒന്നാണ് വിചാരിച്ചു. ഒന്നുകൂടി ചെയ്യാം. ഓക്കെ. അന്ന് അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല അല്ലേ? അതന്നെ ചെയ്യാം, നോക്കാം. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടി കരളുള്ള പാവാടക്കാരി. അതാണ്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ? എട്ടും പൊട്ടും തിരിയാത്ത അല്ലേ? ഉണ്ടാവോ? അപ്പൊ വീണ്ടും ഞാൻ ചീട്ടെടുക്കാൻ പോവാണ്. ഇപ്രാവശ്യത്തെ ഇവർ താഴെ കമന്റ് ചെയ്യും, ടീച്ചറെ വേണിയിരുന്നു നോക്കിയോട്. ഓ എൻ്റെ അമ്മോ, എന്താ എന്നെ കൊണ്ട് വയ്യാട്ടോ. ഇനി മഞ്ഞളാണ്. മഞ്ഞൾ കുങ്കുമം തൊട്ടെന്തിനും നല്ലതാ മഞ്ഞൾ.
ചെറിയൊരു വഴി അടിച്ചാൽ മതി. അത് ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എന്ത് കഴിക്കാനോ? ആ ഇത് മുഖത്തേച്ച പോരല്ലോ അല്ലേ, കഴിക്കണ്ടേ? ചെറിയൊരു കഷ്ണം, ചെറുത്ത്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ. ഇതും ഇവിടെ ഉണ്ടായതല്ലേ യെസ്. മഞ്ഞളും. ഓക്കെ, കുഴപ്പമില്ല, മഞ്ഞൾ അത്ര വലിയ വിഷയമില്ല, വലിയ പ്രശ്നം ഉണ്ടായില്ല. നോക്കാം അടുത്ത്. യെസ്. വീണ. വീണയിലാണ് എൻ്റെ ചെയ്യുന്നത് അല്ലേ? ഇത് സ്വർണം എന്നാണ് അതിൻ്റെ മുദ്രയാണ്. അതിൻ്റെ പിന്നെ ആലോചിക്കാം കേട്ടോ. സ്വർണം എന്നുള്ളതിൻ്റെ മുദ്രയാണത്. സ്വർണം തുടങ്ങുന്നേ. പിന്നെ ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതെന്താണെന്നുള്ളത്. ഇത് ആ വേർഡ് തന്നെ വെക്കരുത്, അതായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ പര്യായങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ചന്ദ്രബിംബം ആലോചിച്ച് നോക്കൂ. സ്വർണം ചന്ദ്രനും. അത് വേറെ വാക്കുകൾ ആലോചിച്ചു. സ്വർണ്ണ തങ്കത്തിങ്കൾ അല്ല, തങ്കനീല പട്ടുടുത്തല്ല. അല്ല, അതിലും വരും ഈ രണ്ട് വാക്കും. അതല്ല, ആണോ? അല്ല, അതിലും രണ്ട് വാക്ക് വരില്ലേ? തങ്കനില. ഒരു ക്ലൂ ഞാൻ തന്നതിപ്പോൾ കിട്ടും, പക്ഷെ ഞാനത് പറയില്ല, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സെയിം ഫിലിമിലൊരു സോങ് നമ്മളിപ്പോൾ ചെയ്തു ചാലഞ്ചിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സെയിം ഫിലിമാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. ആ അതെ അതെ. അല്ല അല്ല കേട്ടോ, ഈ അതെല്ലാം തോന്നുന്നു. വേറെ സ്വർണത്തിൻ്റെ വേറെ വാക്കുകൾ ആലോചിച്ചാൽ കിട്ടും. തങ്കം, സ്വർണം, വെള്ളി. സ്വർണത്തിൻ്റെ വേറെ വാക്കാണല്ലോ വെള്ളി. സ്വർണത്തിൻ്റെ കിട്ടിയോ? സമയമില്ല. ഇല്ല, അറിയില്ല. പൊന്നിൽ കുളിച്ചു വന്നു. ഒയ്യോ, അത് അതെ സ്ഥലത്തിൽ പെട്ടല്ലേ? പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണത്തല്ലേ? ചന്ദ്രികാവസന്തം പാടുവോ? പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം അതു നിന്ദഹാസമായി പ്രിയത്തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡാൻസ് മ്യൂസിക് ചലഞ്ച് കഴിഞ്ഞ പോരെ? നീ വേണോ? മതിയില്ലേ? അവിടെ കുറച്ച് ബാക്കി. താങ്ക് യു കേട്ടോ. ഞാൻ ചിലപ്പോൾ മറന്നു കേട്ടത്. ഈശ്വരൻ്റെ അവിടെ അത്രയും ഡേഞ്ചർ ആയിട്ടൊന്നുമില്ല. ഉണ്ണിക്കാമ്പ്. ഉണ്ണികളെ ഒരു കഥ പറയാം. ഒക്കെ നാടനാ അല്ലേ? വേണം മുഴുവൻ കഴിക്കാൻ പറ്റും നമുക്ക്. ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനത്തെ സാധനങ്ങൾ മനഃപൂർവ്വം വെച്ചതാണ്. ചാലഞ്ച് ആണെങ്കിലും നമ്മൾ എന്താ പറയുക അല്ലേ, ബോഡിക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഉണ്ണിക്കാമ്പും ഇഞ്ചിയൊക്കെ വെച്ചത്. അപ്പോൾ ഡാൻസ് മ്യൂസിക് ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം മേഖലയാണ്, ഞങ്ങൾക്കൊരു ഇഷ്ടമാണ് ഇത് ചെയ്യാൻ അല്ലേ? അതെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അങ്ങനെയല്ല, അതുകൊണ്ടല്ല, അത് ഒരിക്കൽ ചെയ്തില്ല, മുൻപ് നമ്മൾ ചെയ്തില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ഏകദേശം എങ്ങനെയൊക്കെയാണ് കാണിക്കുക എന്നുള്ളത് ഒരു ധാരണ കിട്ടി. ഇനിയിപ്പോൾ വേറെ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ എൻ്റെ പേടി. ഡാൻസ് അല്ലാണ്ട് പഠിച്ചുകൊണ്ട് മുദ്രകൾ നമ്മൾ കാണിക്കുമ്പോഴേക്കും കിട്ടുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ അല്ലേ? അതെ.
ഒന്നും അറിയാത്തടത്ത് വേറെ എന്തെങ്കിലും ചാലഞ്ച് ഞങ്ങൾ ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര മറ്റേ അങ്ങനെ വല്ലാതെ ഞങ്ങൾക്ക് പറ്റാത്ത ചാലഞ്ച് ഒന്നുമില്ല, പക്ഷെ പറ്റുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. സാധിക്കണം ചെയ്യാം അല്ലേ? രസമല്ലേ? ചെയ്യാം പറ്റുന്ന ചാലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിർത്താം. ഓക്കെ, ബൈ.